കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയി ഒരു ഫോക്കസ് ലാമ്പിൻ്റെ വില ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഒരു സ്റ്റാർട്ടിങ് 850 രൂപ മുതൽ തുടങ്ങും, എന്നാൽ വേണേൽ ഒരു 450 രൂപയ്ക്കൊക്കെ നൽകാമെന്ന്. ഒരു വർഷം മുന്നേ 450 രൂപ കൊടുത്ത് മേടിച്ചിട്ടുള്ള ലൈറ്റിൻ്റെ ഗതി അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ഫോക്കസ് ലാമ്പ് നിർമ്മിക്കാം. ഹലോ ഫ്രണ്ട്സ്, മൈലി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്കൊരു ഫോക്കസ് ലാമ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമല്ല. അതായത് ഒരു 9 വാട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ 7 വാട്ട്സിൻ്റെ ഒരു LED ബൾബ്, ഒരു ഇൻസുലേഷൻ ടേപ്പ്, പിന്നെ ഒരു പൈപ്പിൻ്റെ പീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ കാലി കുപ്പി, PVC കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി, അതൊരു ഇൻസുലേഷൻ ടേപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് വീട്ടിൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ പൊതിയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള നമ്മുടെ അലുമിനിയം പേപ്പർ. അതും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് 1000 രൂപ കൊടുത്ത് നമ്മൾ വിപണിയിൽ നിന്ന് മേടിക്കുന്ന LED ഫോക്കസ് ലാമ്പിനോളം കിടപിടിക്കുന്ന രീതിയിലുള്ള നമുക്കൊരു ലൈറ്റ് നിർമ്മിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഫോക്കസ് ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 7 വാട്ട്സ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 9 വാട്ട്സിൻ്റെ LED ബൾബാണ് വേണ്ടത്. അതിനെ എങ്ങനെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് PVC പൈപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ PVCയിൽ വരുന്നൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു ഇൻസുലേഷൻ ടേപ്പ്, പിന്നെ ഒരു ആക്സ ഫ്രെയിം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആക്സ ബ്ലേഡ്, ഒരു സിസർ, അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലുമിനിയം ഫോൾഡിങ് പേപ്പർ, ഇവയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ PVC ബോട്ടിൽ എടുത്ത് കട്ട് ചെയ്ത് അതിനുശേഷം നമ്മുടെ LED ബൾബ് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുകയും അത് സ്യൂട്ടാകുന്ന രീതിയിൽ അതിൻ്റെ മറുവശവും കൂടി നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അല്പം ലൂസ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ടൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യും, അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ഈ PVC ബോട്ടിലിൻ്റെ ഇന്നർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അലുമിനിയം പേപ്പർ കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ബൾബ് ഇടുമ്പോഴത്തേക്കും പ്രകാശം അല്പം പോലും നഷ്ടപ്പെടാതെ നമുക്ക് ഫുള്ളായിട്ട് പുറത്തേക്ക് വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് അളവെടുത്തതിന് ശേഷം ഈ അലുമിനിയം പേപ്പർ നന്നായിട്ട് നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിക്കേണ്ടതാണ്. ഒട്ടിച്ച് തിരിച്ച് അതിനകത്തേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ LED ബൾബ് അതിനകത്തേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ആ പോർഷൻ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് കേബിൾ ടൈ ഉപയോഗിച്ച് ടൈ അടിക്കുകയും അതിനുശേഷം നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ടേപ്പ് അടിക്കുകയും ചെയ്യണം. അപ്പോഴത്തേക്കും അത് ടൈറ്റായി തന്നെ അവിടെ ഇരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ PVC ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നാം ഉണ്ടാക്കിയ ഫോക്കസ് ലാമ്പ്. ഇനി നമുക്ക് ഇതേ സംഭവം ഒരു PVC പൈപ്പ് ഉപയോഗിച്ച് ചെയ്യാം. ബാക്കി മെറ്റീരിയലെല്ലാം സെയിം ആണ്. PVC പൈപ്പ് നമ്മൾ PVC ബോട്ടിലിന് പകരം നമ്മൾ എടുത്തു. ഇതിനകത്തേക്ക് ഞാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ LED ബൾബ് സാധാരണ 7 വാട്ട്സ് 9 വാട്ട്സ് LED ബൾബല്ല. അപ്പോൾ ഈ PVC പൈപ്പിനകത്തേക്ക് കുറച്ച് ഇറക്കി വയ്ക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇത് അല്പം ഒന്ന് ചൂടാക്കേണ്ടി വരും. ഞാൻ അല്പം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ PVC പൈപ്പ് ഉപയോഗിച്ച് അതിനകത്തേക്ക് ആ കപ്ലിങ് കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയതിന് ശേഷം നമ്മുടെ LED ബൾബ്, ഈ LED ബൾബ് എന്ന് പറഞ്ഞാൽ വിപ്രോയുടെ കുറച്ച് കളർ ഒരുമിച്ച് നമുക്ക് കിട്ടുന്ന ടൈപ്പായിട്ടുള്ള ഒരു LED ബൾബാണ്. ഇത് ഓൺലൈനിൽ നേരത്തെ മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മറ്റതിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അലുമിനിയം ഷീറ്റ് എടുത്ത് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് വെച്ച് ശരിയായിട്ടുള്ള അളവ് എടുത്തതിന് ശേഷം പുറത്തേക്ക് റിലീസ് ചെയ്ത് അതിനകത്തേക്ക് വേണ്ട ഫെവിക്കോളെല്ലാം നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം അതിനകത്ത് തന്നെ റീസെറ്റ് ചെയ്ത് വെച്ചു. പശ ഒട്ടാൻ പാകത്തിന് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കണം. എക്സ്ട്രാ ആയിട്ട് കുറച്ച് നമ്മുടെ അലുമിനിയം കവർ ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ പ്രകാശം പുറത്തേക്ക് പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ കണക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ബൾബ് എടുത്ത് അതിനകത്ത് കറക്റ്റായിട്ട് സൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബ്ലാക്ക് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ആ ജോയിൻറ്റ് പോർഷൻ കവർ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ LED ഫോക്കസ് ലാമ്പിനേക്കാളും വളരെ നല്ല
ഒരു ക്വാളിറ്റി ഉള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോക്കസ് ലാമ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പ്രകാശം കടന്നു വരുന്ന ചില ആൾക്കാർക്ക് ഓവറായിട്ട് തോന്നാം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു LED ബൾബിൻ്റെ ഓപ്പൺ എടുത്ത് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അല്പം ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്മുടെ PVC പൈപ്പിൻ്റെ ഔട്ടർ പോർഷനിലും കൂടി നമ്മുടെ ഈ അലുമിനിയം പേപ്പർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആ പോർഷനിലും കൂടി നമുക്ക് അല്പം ഒന്ന് ടേപ്പൊക്കെ ഒട്ടിച്ചൊന്ന് കവർ ചെയ്ത് അതിനെ ഒന്ന് നീറ്റാക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ലാമ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നമ്മുടെ PVC ബോട്ടിൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫോക്കസ് ലാമ്പിന് ചെറിയൊരു ന്യൂനതയാണ്. നമ്മൾ അതിനെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാൻ നേരത്ത് ഈ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ പിന്നിൻ്റെ വശം അല്പം ലൂസായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അതേസമയം നമ്മുടെ PVC പൈപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫോക്കസ് ലാമ്പ് അത് വളരെ സ്ട്രോങ് ആണ്. കാര്യം നമുക്ക് PVC പൈപ്പ് പിടിച്ച് തന്നെ വളരെ നന്നായിട്ട് പ്രസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. PVC ബോട്ടിൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഫോക്കസ് ലാമ്പ് ഹോൾഡറിൽ കണക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒരിക്കലും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നില്ല. നന്നായിട്ട് നല്ലൊരു ഫോക്കസ് ലാമ്പ് ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ PVC പൈപ്പ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.